കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായമാണ്. എൻ്റെ ആദ്യ വാക്യം ഇങ്ങനെയാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. യേശു കർത്താവ് തന്നെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്നു. യേശു കർത്താവ് സഭയുടെ തലയാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ പിതാവാണ്. പക്ഷേ ഈ അധ്യായത്തിൽ പിതാവിനെ തോട്ടക്കാരനോട് ഉപമിച്ചിരിക്കുന്നു. യേശു മുന്തിരിവള്ളി, നമ്മൾ അവൻ്റെ ശാഖകൾ. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കൂട്ടായ്മയിൽ ഒരു സന്തോഷമുണ്ട്. ദൈവസഭ കൂടി വരുമ്പോൾ, സഭായോഗത്തിന് കൂടി വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. യോഹന്നാൻ അതിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന അപ്പോസ്തലനാണ്. പരിശുദ്ധാത്മാവ് അതിനെ എല്ലാ അപ്പോസ്തലന്മാരിലൂടെയും എൻകറേജ് ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടെ ചേർത്ത് പറയുന്നൊരു കാര്യമാണ് പരസ്പര സ്നേഹം. പൗലോസ് തൻ്റെ എല്ലാ ലേഖനങ്ങളിലും എഴുതി, നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസവും വിശുദ്ധന്മാരോടുള്ള സ്നേഹവും. പക്ഷെ ഇവിടെ വരുമ്പോൾ പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. വ്യക്തിപരമായി യേശു കർത്താവിനോട് ഒരു ബന്ധം. എന്ത് കാര്യത്തിൽ? സന്തോഷിക്കുന്ന കാര്യത്തിൽ. 4-ാം സങ്കീർത്തനം പറയുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. യോഹന്നാൻ 14, 15, 16 പറയുന്നതിലെ ശത്രു ആരാണ്? ലോകത്തിൻ്റെ പ്രഭു. ലോകമാണ്. ഒരു വിശുദ്ധൻ ലോകത്തിലാണ് സന്തോഷമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൽ പകുതിയും പകുതി ലോകത്തിലുമാണ് സന്തോഷമെങ്കിൽ, അതല്ലെങ്കിൽ ലോകകാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കർത്താവിനെ തേടി വരുന്നതെങ്കിൽ, അവൻ കർത്താവിൽ നിന്നു വേർപെട്ടു പോയി. അവൻ ഉണങ്ങിപ്പോകും. അത് ചേർത്ത് തീയിടും, അത് വെന്തുപോകും. ഒരു മനുഷ്യൻ്റെ ആത്മീയ അധപ്പതനം, സാധാരണ മനുഷ്യൻ്റെ അല്ല, ഒരു വിശുദ്ധൻ്റെ അധപ്പതനം തുടങ്ങുന്നത് അവൻ്റെ സന്തോഷം കർത്താവിൽ നിന്ന് മാറുമ്പോഴാണ്. സങ്കീർത്തനം 51 ദാവീദ് കരഞ്ഞുകൊണ്ട് പറയുന്നു, കർത്താവേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പുതിയ നിയമവിശ്വാസികൾ, നമ്മൾ ഏറ്റവും ഭാഗ്യം ചെയ്തവർ, ദാവീദിനേക്കാൾ ഭാഗ്യം ചെയ്തവർ, ഭാഗ്യം കിട്ടിയവർ, കൃപമേൽ കൃപ കിട്ടിയവർ. എത്ര അധികമായി പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. അങ്ങനെ ഒരുത്തൻ കർത്താവിൽ സന്തോഷിച്ചാൽ, കർത്താവിൽ അഭിമാനിച്ചാൽ, അവൻ്റെ പ്രാർത്ഥന മറുപടി വേഗത്തിൽ. അവന് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം, സ്വർഗം മറുപടി കൊടുക്കും. അവൻ വളരെ ഫലം കായ്ക്കും. അങ്ങനെ കർത്താവ് ആരാണ്, അവൻ്റെ ശിഷ്യനാരാണ്, ലോകം അറിയും. ലോകത്തിൻ്റെ പ്രഭു, അവൻ്റെ ഉദ്ദേശം അവനിൽ നമ്മൾ സന്തോഷിക്കുക. അവൻ്റെ പ്രോഡക്ട്സ്, അവൻ്റെ സാമ്രാജ്യം, അവൻ മനുഷ്യരെ കുരുക്കാനിടുന്ന മീഡിയ, അതുപോലുള്ള കാര്യങ്ങൾ. ഇനി അതിനും അപ്പുറത്ത് കൂട്ടായ്മയിൽ മാത്രം സന്തോഷിക്കുക, പ്രാർത്ഥന കൺവെൻഷനുകളിൽ മാത്രം സന്തോഷിക്കുക. അല്ല, കർത്താവ് ഒറ്റയ്ക്കാക്കി നോക്കും. സഭായോഗത്തിന് പോലും വിടാതെ ചിലപ്പോൾ പിടിച്ചിരുത്തും. എന്തിനാണ്? നിൻ്റെ സന്തോഷം ഏതിലാണെന്ന് തെളിയിക്കാനാണ്. സഭയുമായിട്ട് നിനക്കുള്ള ബന്ധം നിൻ്റെ ഏകാന്തതയിൽ നിനക്കുണ്ടോയെന്ന് പരീക്ഷിക്കാനാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി അതുതന്നെയാണ്. ലോകത്തിൽ ജീവിച്ചുകൊണ്ട് പരദേശിയായിരിക്കുക. അബ്രഹാമിന് അവിടെയാണ് മാർഗ്ഗം കിട്ടിയത്. വാഗ്ദത്ത ദേശത്ത് പരദേശിയെപ്പോലെ ജീവിച്ചു. വീട് വെച്ചില്ല, സെറ്റിലായില്ല, കൂടാരങ്ങളിൽ താമസിച്ചു. സന്തോഷം കർത്താവിലായിരുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെങ്കിലുള്ള സന്തോഷം നിങ്ങളുടെ ബലം. ഇന്ന് സഹോദരങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ, സഭകളുടെ അധപ്പതനങ്ങൾ കാണുമ്പോൾ, ദേശത്ത് ദൈവസഭയേക്കാൾ മറ്റ് പല കാര്യങ്ങളും അധികാരം ചെലുത്തുമ്പോൾ, ജനക്കൂട്ടം അന്യാരാധനയിലേക്ക് ഒഴുകുന്നത് കാണുമ്പോൾ അവരെ കുറ്റം പറയുകയല്ല, നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. എൻ്റെ സന്തോഷം എവിടെയാണ്?
അത് ഞാൻ ക്ലിയർ ചെയ്യണം, അത് ഞാൻ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്താൽ പിന്നെ വാക്ചാതുര്യം കൊണ്ടല്ല, പണത്തിൻ്റെ ശക്തി കൊണ്ടല്ല, മസിൽ പവർ കൊണ്ടല്ല, കമ്മ്യൂണിറ്റിയുടെ ബലം കൊണ്ടല്ല, ദൈവശക്തി കൊണ്ട് ദൈവവേല നടക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യനെന്ന് ലോകമറിയും. യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സന്തോഷം, മുന്തിരിവള്ളിയായ യേശുവിനോട് ചേർന്ന് അവൻ്റെ സന്തോഷത്തിൽ ഉല്ലസിക്കാൻ സ്വർഗം സഹായിക്കട്ടെ. ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആമേൻ.